ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആവണിമോൾ അവന്റെ കയ്യിലുണ്ടെന്നും അർച്ചന ചെന്നാ മാത്രമേ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുള്ളൂന്നും അവൻ അർച്ചനയോട് പറഞ്ഞു. എന്നിട്ട് അർച്ചനയുടെ സ്വഭാവം സച്ചിക്ക് അറിയില്ലേ? കേട്ട പാതി കേൾക്കാത്ത പാതി മധുവിനെ വെല്ലുവിളിച്ച് എന്തൊക്കെയോ സംസാരിച്ച് ഇവിടുന്ന് ഒരു പോക്കിറങ്ങി പോയിട്ടുണ്ട്. മറിച്ച് എന്റെ ആവണിമോളെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നീയും ജീവനോടെ ഉണ്ടാവില്ല. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണാണെന്ന് നിന്റെ വാക്കുകൾ കേട്ടപ്പോ മനസ്സിലായി. പക്ഷേ വേറൊന്നും വിചാരിക്കരുത്, നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. നിന്നെ മാത്രമല്ല, ആ കൊച്ചിനെ. ആ കൊച്ചു കരയുന്നത് നിനക്ക് കേൾക്കണം. ഇതിന് ജീവനോടെ കാണണമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നീ എന്റെ മുന്നിൽ വരണം. ഇല്ലെങ്കിൽ ആ കൊച്ചിന്റെ ശവം മാത്രമേ നിനക്ക് കിട്ടൂ. ഹലോ 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 നീ ആരോടാ ഇത്ര ദേഷ്യത്തിൽ സംസാരിച്ചത്? ആ കൊച്ചിനെ തിരിച്ചു കിട്ടിയോ? ആ ചെങ്കൽ മധുവാ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്. ഇനി അതിനെ തിരിച്ചു കിട്ടുമെന്ന്. എന്റെ ആവണിമോൾക്ക് ഒരു പോറൽ പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ തിരിച്ചുകൊണ്ട് വന്നോളാം. എങ്ങനെ കൊണ്ടുവരാനാ? ഒരു മനുഷ്യത്വം ഇല്ലാത്ത ക്രിമിനലിന്റെ കയ്യിലാ കുട്ടി. ചിലപ്പോ നീ ചെന്ന് അവരുടെ കാല് പിടിച്ച ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമായിരിക്കും. ഏടത്തി അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് എന്റെ കുടുംബവും ഭർത്താവും ബന്ധുക്കളും ഒക്കെയാ. വൃന്ദാവനത്തിലായാലും നെല്ലിശ്ശേരിയിലായാലും ഇവിടെയുള്ള ആർക്കും ദോഷം വരുന്നത് എനിക്ക് സഹിക്കില്ല. എന്ത് പ്രശ്നവും പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ ശ്രമിക്കും. എന്റെ ആവണിമോളെ കൊണ്ടുപോയത് ചെങ്കൽ മധുവല്ല, അവനേക്കാളും വലിയ ഗുണ്ടയായാലും ഞാൻ അവിടെ പോവും, അവനോട് സംസാരിക്കും. ആവണിമോളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പിന്നെ കൊണ്ടുവരും. നീ അങ്ങോട്ട് ചെന്നാൽ ഉടനെ അവൻ കുട്ടിയെടുത്ത് നിന്റെ കയ്യിലോട്ട് വെച്ച് തരും. നിന്റെ വെല്ലുവിളി ഒന്നും അവനോട് ചെലവാവില്ല. അവനെ ആള് വേറെ. അവൻ ദൈവമൊന്നും അല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. ഈ രാജ്യത്തെ നീതി നിയമം അനുസരിക്കാൻ അവനും ബാധ്യതയുണ്ട്. അത് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തോളാം. ഇനി അതല്ല, അവന്റെ കാല് പിടിച്ചിട്ടേ എനിക്ക് എന്റെ ആവണിമോളെ തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ എന്റെ ആവണിമോക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. ഹലോ. സർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? കുട്ടിയെ കൊണ്ടുപോയത് മധുവിന്റെ ആൾക്കാർ തന്നെയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. സംശയാസ്പദമായ ഒരു വാഹനത്തെ പോലീസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് കുറച്ച് സമയത്തിനകം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ശരി സർ. ഇവരെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ. എന്തായി സച്ചി, കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. എന്നാ സച്ചിനി കുട്ടിയെ അന്വേഷിക്കണ്ട. കുട്ടിയെ കൊണ്ടുവരാനായിട്ട് അർച്ചന പോയിട്ടുണ്ട്. എന്താ പറഞ്ഞു? അതിന് ആവണിമോൾ എവിടെ ഉണ്ട്? ആവണിമോളെ ചെങ്കൽ മധുവിന്റെ കയ്യിലുണ്ട്. ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നാണോ? ഇവിടെ അർച്ചനയ്ക്ക് ചെങ്കൽ മധുവിന്റെ ഫോൺ വന്നിരുന്നു. അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആവണിമോൾ
അവന്റെ കയ്യിലുണ്ടെന്നും അർച്ചന ചെന്നാ മാത്രമേ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുള്ളൂന്നും അവൻ അർച്ചനയോട് പറഞ്ഞു. ആ, എന്നിട്ട് അർച്ചനയുടെ സ്വഭാവം സച്ചിക്ക് അറിയില്ലേ? കേട്ട പാതി കേൾക്കാത്ത പാതി മധുവിനെ വെല്ലുവിളിച്ച് എന്തൊക്കെയോ സംസാരിച്ച് ഇവിടുന്ന് ഒരു പോക്കിറങ്ങി പോയിട്ടുണ്ട്. ഞാൻ തടയാൻ ശ്രമിച്ചിട്ട് നിന്നില്ല. ഞാനിപ്പം പ്രധാനമായിട്ട് സച്ചിയെ വിളിച്ചത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ എല്ലാരും ടെൻഷനില്ല. അർച്ചനയാണെങ്കിൽ ആകെ ടയേർഡാ. ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയില് അവളിങ്ങനെ ഇറങ്ങിപ്പോയ എന്ത് ചെയ്യും? അതും ആ ഗുണ്ടകളുടെ അടുത്തേക്ക്. അവരെ പോലുള്ള ഗുണ്ടകളുടെ സ്വഭാവം സച്ചിക്ക് അറിയാലോ. ഒരു മര്യാദയില്ലാത്ത കൂട്ടരാ അവര്. അവർക്കിടയിലേക്ക് ചെന്ന് കയറി എന്തേലും സംഭവിച്ചാ എനിക്കത് ഓർക്കാൻ കൂടി ആവുന്നില്ല. ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ ചെങ്കൽ മധുവിനെ പോലൊരു ഗുണ്ടയെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ അർച്ചനയ്ക്ക്? അവൾക്ക് എന്തേലും അപകടം പറ്റിയ എന്ത് സംഭവിക്കും? സച്ചി, എന്തേലും ഒന്ന് പെട്ടെന്ന് ചെയ്യണേ. ആ ശരി, ഞാൻ നോക്കിക്കോളാം. സച്ചി, ഒരു മിനിറ്റ്. ആ ആവണിമോളെ പറ്റി എന്തേലും വിവരം കിട്ടിയാ അറിയിക്കണേ. ആ അറിയിക്കാം. ശ്ശെ, ഓ, അർച്ചനയ്ക്ക് ഇത്രയ്ക്ക് ബോധമില്ല. ആ ക്രിമിനലുകൾ ഇനി എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാം. ഇപ്പോഴൊരു സമാധാനമായത്. രണ്ടുപേരും കൂടി ചെങ്കൽ മധുവിന്റെ മടയിലേക്ക് ചെന്ന് കയറി കൊടുക്കട്ടെ. എന്റെ ദൈവമേ, മധുവിന്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ളത് മുഴുവൻ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കണേ. ആവണി മോളെ, ആവണി മോളെ, ആവണി മോളെ എവിടെ? നിങ്ങളല്ലേ അവളെ പിടിച്ചോണ്ട് വന്നത്? എന്റെ ആവണി മോളെ എവിടെയാണ്? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് എന്റെ ആവണി മോളെ തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ജയിലിലാക്കും. മര്യാദക്ക് പറഞ്ഞോ. എന്റെ ആവണി മോളെ നിങ്ങൾ എന്താ ചെയ്തേ? മോളെ, ആവണി മോളെ, മോളെ. ആഹാ, ഇതാരേത്? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? അണ്ണാ, ഇവൾക്കേതോ ആവണി മോളെ കാണണോന്ന്. ഇവിടെ ഒന്നും ഒരു ആവണിമൂളുമില്ല. ബഹളം വെക്കാതെ ഇറങ്ങി പോവേണ്ടമിള്ള. സ്കൂളിൽ നിങ്ങളല്ലേ അവളെ പിടിച്ചോണ്ട് വന്നത്? നിങ്ങളുടെ നേതാവ് എവിടെ? ചെങ്കൽ മധു. എനിക്ക് അയാളെ കാണേണ്ടത്. മിണ്ടിപ്പോരുത്. നീ അന്ന് എന്റെ പേര് വിളിക്കാറായോ? നിന്റെ ആവണിമോളെ ഞങ്ങൾ ചുട്ടു തന്നു. നീ എന്ത് ചെയ്യും?